ഗുഡ് മോർണിംഗ് സൈഫുദ്ദീൻ. ഏതായാലും ഈ സ്റ്റേഷനുകളിൽ പോലീസ് സ്റ്റേഷനുകളിൽ മർദ്ദനങ്ങളില്ല എന്നാണ് പോലീസ് പറയുന്നത്, സർക്കാർ പറയുന്നത്. പക്ഷെ അത് അങ്ങനെയാണോ എന്ന കാര്യം ഈ അടുത്തിടെ വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ നമ്മളൊന്നുകൂടി ആലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതേ SHOക്കെതിരെ തന്നെ മുൻപും പല ആരോപണങ്ങൾ, അയാൾക്ക് ഈ സേനയ്ക്കുള്ളിൽ ഇത്തരത്തിൽ ഇരട്ടപ്പേര് വീണത് തന്നെ എങ്ങനെയാണ് എന്ന് സേനയ്ക്കുള്ളിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇത്തരം സ്റ്റേഷൻ മർദ്ദനങ്ങൾ അത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അത് മർദ്ദനങ്ങളില്ല എന്ന് പോലീസോ അല്ലെങ്കിൽ സർക്കാരോ പറയുന്നുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അതിക്രൂരമായ മർദ്ദനങ്ങൾ, പ്രത്യേകിച്ച് പ്രതികൾക്ക് നേരെയാണെങ്കിൽ പ്രതികൾക്ക് പുറത്തു പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമൊക്കെയാണ്. അപ്പോൾ ഏതായാലും സസ്പെൻഷൻ നടപടി പോരാ എന്നൊരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമാണ് ഇപ്പോൾ ഷൈമോളും ബെഞ്ചോയും മുന്നോട്ട് വയ്ക്കുന്നത്. സസ്പെൻഷൻ നടപടിക്കും അപ്പുറം നിയമപരമായ നടപടികളിലേക്ക് കടക്കണം. പക്ഷേ ഈ വിഷയം പുറത്തു വന്ന ഉടൻ തന്നെ സർക്കാർ നടത്തിയ ഇടപെടലുകൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇതിൽ ഇടപെട്ടു. ഉടൻ തന്നെ DGP അന്വേഷണം പ്രഖ്യാപിക്കുകയും ADGP H. വെങ്കടേഷിന് അന്വേഷണം കൈമാറുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുമതല നൽകുകയൊക്കെ ചെയ്തിരുന്നു. അതിലൊക്കെ അവർ സന്തുഷ്ടരാണ്, അല്ലെങ്കിൽ അവർക്ക് ആ തീരുമാനമൊക്കെ അവർ അംഗീകരിക്കുന്നു. പക്ഷേ സസ്പെൻഷൻ നടപടിക്കും അപ്പുറം കൂടുതൽ നടപടികൾ, നിയമപരമായ നടപടികളിലേക്ക് പോകണം. ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതാപചന്ദ്രൻ, SHO പ്രതാപചന്ദ്രൻ, നിലവിൽ ആലപ്പുഴ അരൂർ സ്റ്റേഷനിലെ SHO ആണ്. ഇയാൾ മാധ്യമങ്ങളെ കാണുകയൊക്കെ ചെയ്തിരുന്നു. ഈ മാധ്യമങ്ങളെ കണ്ട സമയത്തും അയാൾ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു വെച്ചു. പ്രത്യേകിച്ച് ആ പത്രസമ്മേളനം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അദ്ദേഹത്തിന് വലിയ പിന്തുണ സേനയ്ക്കുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊപ്പം പോലീസുകാർ കൂടി നിൽക്കുകയും നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ സ്റ്റേഷൻ ആക്രമിക്കുന്നത്, ഈ പ്രധാനമായും പ്രതാപചന്ദ്രൻ പറഞ്ഞിരുന്നത് ഷൈമോൻ കൈക്കുഞ്ഞുങ്ങളുമായി എത്തുകയും കുട്ടികളെ വലിച്ചെറിയാൻ ശ്രമിക്കുകയും സ്റ്റേഷൻ ആക്രമിക്കുകയും ചെയ്തു എന്നൊക്കെയാണ്. പക്ഷേ ആ കട്ട് ചെയ്ത് കാണിക്കുന്ന ദൃശ്യങ്ങളിലൊട്ടും ഒരിടത്തും അത്തരത്തിൽ ഈ കൈക്കുഞ്ഞുങ്ങളെ വലിച്ചെറിയാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ സ്റ്റേഷൻ ആക്രമിക്കുന്നതായ ദൃശ്യങ്ങളൊന്നുമില്ല. ഒരു ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഭാര്യ സ്വാഭാവികമായും പ്രതികരിക്കുന്ന ചില പ്രതികരണങ്ങളൊക്കെയാണ്. സ്റ്റേഷനിൽ വന്ന് കഴിയുകയും അല്ലെങ്കിൽ ബഹളമുണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നത് സത്യമാണ്. പക്ഷേ അതിലപ്പുറം ഒരു സ്റ്റേഷൻ ആക്രമണം തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് പിന്നീട് ഷൈമോൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ സേനയ്ക്കുള്ളിൽ നിന്ന് അന്ന് തന്നെ വലിയ തോതിലുള്ള എതിർപ്പ് തങ്ങൾ നേരിട്ടിരുന്നു. പോലീസ് സേന ഒത്തൊരുമിച്ച് തങ്ങൾക്കെതിരെ നിന്നുവെന്ന് അവർ പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെയാണ് ആ തീരുമാനം വന്നത്. ദക്ഷിണ മേഖല IG ആണ് അയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. പക്ഷേ ഇയാൾക്കെതിരെ മുൻപും പല ആരോപണങ്ങൾ ഇത്തരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 2023 സ്വിഗ്ഗി ജീവനക്കാരനെ മർദ്ദിച്ചു എന്ന ആരോപണം ഉണ്ടായിരുന്നു. അതിനു മുൻപ് പലതരത്തിൽ ഈ പ്രതികളെ, സ്റ്റേഷനിലെത്തിക്കുന്ന പ്രതികളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ട്. ഇയാളുടെ ഈ സ്വഭാവം ഒരു സിനിമയിലുമൊക്കെ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സേനയ്ക്കുള്ളിൽ പറയുന്നത്. പ്രശസ്തമായ ഒരു സിനിമയിൽ ഇയാളുടെ സ്വഭാവമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സ്ഥിരം പ്രശ്നക്കാരായ പോലീസുകാർ അവർ ഇത്തരത്തിൽ തന്നെ സേനയ്ക്കുള്ളിൽ തുടരുന്നു എന്നത് സർക്കാരിന് വലിയ നാണക്കേടായി മാറും പിന്നീട്, പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങൾക്ക്. ഇപ്പോൾ അടുത്തിടെ തന്നെ പുറത്തു വന്ന ദൃശ്യങ്ങൾ, പീച്ചിയിലെ ആയാലും കുന്നംകുളത്തേക്ക് ആയാലും ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് വലിയ നാണക്കേട് സേനയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്തരക്കാരെ സേനയിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. ഏതായാലും വലിയ നിയമ പോരാട്ടമാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഈ സംഭവം നടന്നത് മുതൽ ഇവർ DGPക്ക് പരാതി നൽകിയിരുന്നു, മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ നിന്നൊരു അനുകൂല ഉത്തരവ് നേടി വിവരാവകാശ നിയമപ്രകാരത്തിലൂടെ ഈ CCTV ദൃശ്യങ്ങൾ സ്വന്തമാക്കുകയൊക്കെ ചെയ്തത്. മിന്നൽ പ്രതാപൻ, അത് തന്നെ അറിയാം എന്നാണ് അദ്ദേഹത്തിന്റെ പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ സമ്പാദിച്ച പേരെന്താണെന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു യുവതി അവരുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുക്കുന്നു, മർദ്ദിക്കുന്നു, സ്വാഭാവികമായിട്ടും ഏതൊരാളും പ്രതികരിക്കുന്ന രീതിയിൽ മാത്രമേ അവരവിടെ പ്രതികരിച്ചിരുന്നു. അപ്പോൾ താൻ പോലീസുകാരനാണെന്നുള്ള മുഴുവൻ ധാർഷ്ട്യവും ഉപയോഗിച്ചുള്ള ആ നിൽപ്പ് തന്നെ നമ്മൾ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ശമ്പളത്തോടു കൂടിയുള്ള ഒരു അവധിയല്ലാതെ അതിനപ്പുറത്തേക്ക് ഉള്ള നടപടികളിലേക്ക് പോലീസോ സർക്കാരോ ചിന്തിക്കുന്നില്ല എന്നാണോ ഇപ്പോൾ? തീർച്ചയായും നിലവിൽ അങ്ങനെയാണ് കരുതേണ്ടത്. നിലവിൽ ഉടനടി ഒരു സസ്പെൻഷൻ, അത് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ അതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു അടിയന്തരമായി തന്നെ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് സർക്കാർ പോയിട്ടുണ്ട്. അത് പക്ഷേ അതിലും അപ്പുറമുള്ള നടപടികളാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു സ്ത്രീയെ, ഒരു ഗർഭിണിയായ സ്ത്രീയെ ആരും മർദ്ദിക്കാൻ പോലീസിന് അവകാശമില്ലാതിരിക്കും. ഒരു ഗർഭിണിയായ സ്ത്രീയെ ഒരു സ്റ്റേഷൻ്റെ ക്രമസമാധാന പരിപാലനയുടെ പൂർണ്ണ ഉത്തരവാദിത്വമുള്ള ഒരാൾ, ഒരു SHO തന്നെ ഇത്തരത്തിൽ കൈനീട്ടി കർണത്തടിക്കുക എന്നത് അത് വളരെ മോശമായൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ പോലീസ് സേനയിൽ തുടരണോ എന്നത് സർക്കാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജിൽസി പറഞ്ഞതുപോലെ തന്നെ ഇയാളുടെ സേനയ്ക്കുള്ളിൽ ഇയാളുടെ ഇരട്ടപ്പേരൊക്കെ ഇയാളുടെ കഴിഞ്ഞ കുറേ വർഷത്തെ ഇയാളുടെ കഠിനാധ്വാനത്തിന് പകരമായ ആൾക്ക് വീണ് കിട്ടിയ പേരാണ്. അപ്പോൾ ഇയാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്ഥിരമായ ആരോപണങ്ങളുണ്ട്. നിരന്തരമായി അയാൾക്കെതിരെ ഇത്തരം ചെയ്തികളുടെ പേരിൽ ഇയാൾ നടപടി നേരിട്ടിട്ടുണ്ട്. അത് ആദ്യമായാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇരകൾ കാണും ഇയാൾക്ക്.
നടപടികളൊന്നും നേരിട്ടിട്ടില്ല. അതായത് പ്രതികൾ ഇയാൾ ഈ സ്റ്റേഷനിൽ മർദ്ദിച്ചു എന്ന കൂടുതൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് പ്രതികളാണ്. പക്ഷേ ഈ ആരോപണവുമായി മുന്നോട്ട് വരാൻ പിന്നീട് പ്രതികൾ തയ്യാറായിട്ടില്ല. തുടക്കത്തിൽ ആരോപണം ഉന്നയിച്ച പ്രതികൾ പക്ഷേ പിന്നീട് ഈ ആരോപണവുമായി മുന്നോട്ട് വരാൻ തയ്യാറായിട്ടില്ല. 2023 ഒരു സ്വിഗ്ഗി ജീവനക്കാരൻ ഇത്തരത്തിൽ തന്നെ അകാരണമായി മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ആരോപണവുമായി മാധ്യമങ്ങൾക്ക് മുൻപിലും വന്നിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹവും ഈ പരാതിയുമായി മുന്നോട്ട് വന്നില്ല. അപ്പോൾ ഈ ഒരു പോലീസിന്റെ പവർ അത് കൃത്യമായി ആരോപണങ്ങൾ വരുമ്പോൾ ഉന്നയിക്കാൻ അത് പോലീസിന് കഴിയാം. അതായത് ഈ കഴിഞ്ഞ ദിവസവുമൊക്കെ നമ്മൾ കണ്ടതാണ്, വളരെ ധാർഷ്ട്യത്തോടെ അല്ലെങ്കിൽ ഈ സ്ത്രീക്കെതിരെ വീണ്ടും കള്ളക്കഥകൾ മെനഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഈ സ്ത്രീ ഈ കുട്ടികളെ വലിച്ചെറിയാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ വളരെ മോശമായ ആരോപണങ്ങളാണ് ഈ പോലീസുകാരൻ ഇവർക്കെതിരെ ഉന്നയിക്കുന്നത്. അപ്പോൾ സേനയ്ക്കുള്ളിൽ കഴിഞ്ഞ കുറേ കാലമായി ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്, സേനയ്ക്കുള്ളിൽ നേരത്തെ പറഞ്ഞാൽ ഒരു ഹീറോ പരിവേഷമാണ് അയാൾക്കുള്ളത്. മിന്നൽ പ്രതാപൻ എന്നൊരു ഇരട്ടപ്പേര്, സ്റ്റേഷനിലെത്തിക്കുന്ന പ്രതികളെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്വഭാവത്തിലുള്ള ഒരാൾ. അങ്ങനെ സേനയ്ക്കുള്ളിൽ വളരെ ഒരു മാസ് അപ്പീലുള്ളൊരു പോലീസുകാരനാണ് ഈ പ്രതാപചന്ദ്രൻ. അപ്പോൾ ഇയാൾക്കെതിരെ മുൻപൊന്നും നടപടികൾ വന്നിട്ടില്ല എന്നത് അയാൾക്ക് തന്നെ ഒരു പക്ഷേ ഒരു ഹരം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ളവർ ഇനിയും സേനയിൽ തുടർന്നാൽ എന്തൊക്കെയായിരിക്കും ചെയ്തു കൂട്ടുക എന്നും അറിയില്ല. ഏതായാലും അയാളെ സസ്പെൻഡ് ചെയ്ത നടപടി അത് നല്ല നടപടി തന്നെയാണ്. പക്ഷേ ആ ഒരു നടപടിയല്ല, അതിനുമപ്പുറം അയാളെ പിരിച്ചുവിടുക, കേസെടുത്ത് അയാൾക്കെതിരെ അന്വേഷണം നടത്തുക എന്നൊരു ആവശ്യമാണ് ഷൈമോൾക്കും ഭർത്താവ് ബെഞ്ചോയ്ക്കുമുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇയാൾ ബെഞ്ചോയ്ക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ബെഞ്ച് പറഞ്ഞത് അങ്ങനെയല്ല, തനിക്കെതിരെ ക്രിമിനൽ കേസുകളില്ല. കൊറോണ സമയത്ത് ഇത്തരത്തിൽ പുറത്തിറങ്ങി നടന്നതിനും അവരുടെ തന്നെ ടൂറിസ്റ്റ് ഹോമിൽ, അവർ ഇവിടെ എറണാകുളത്തൊരു ടൂറിസ്റ്റ് ഹോം നടത്തുന്ന വ്യക്തികളാണ്, അവരുടെ ടൂറിസ്റ്റ് ഹോമിലെ മാലിന്യം ഇത്തരത്തിൽ അവർ തന്നെ കാർഷെട്ടിൽ വെച്ചതിനും ബ്രഹ്മപുരം തീപിടിച്ച സമയത്ത് അവർ തന്നെ കാർഷെട്ടിൽ അത് വെച്ചതിനുമാണ് അവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. മറ്റ് കേസുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഈ ബെഞ്ചോയെ ഈ സ്റ്റേഷൻ ആക്രമിച്ചു എന്ന കാരണത്തിൽ 5 ദിവസമാണ് പോലീസ് റിമാൻഡ് ചെയ്തത്. ഒപ്പം തന്നെ ഷൈമോൾക്കെതിരെയും അന്ന് കേസെടുത്തിട്ടുണ്ട്. സ്റ്റേഷൻ ആക്രമിച്ചു, സ്റ്റേഷനിലെ വസ്തുക്കൾ തല്ലി തകർത്തു, ക്രമസമാധാന പരിപാലനത്തിന് ഭംഗം വരുത്തി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഷൈമോൾക്കെതിരെ വന്ന് കേസെടുത്തത്. ഗർഭിണിയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നൊരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രതാപചന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ഗർഭിണിയാണെന്ന് തനിക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ഗർഭിണി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അടിക്കാമെന്നാണ് പുള്ളി ധരിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും സ്ഥിരമായി ആരെ കയ്യിൽ കിട്ടിയാലും ഇടിച്ചു തീർക്കണമെന്നൊരു വാശിയുള്ള പോലീസുകാരനാണ്. അപ്പോൾ അത്രക്കാൽ ഇനിയും സേനയിൽ തുടരണമോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരുമാണ്. ജിൽസി.